ഇന്നാണ് പാറുമോളുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നത് കേട്ടോ. അതായത് ഡിസംബർ 2 ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് സ്കൂളിൽ എത്തിക്കണം. പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി വൈകിട്ടോ. രാവിലെ എല്ലാം വെക്കുന്ന തയ്യാറെടുപ്പിലാണ് പാറു. ഞാൻ രാവിലെ വെള്ളയപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, തലേദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. പക്ഷെ പാറുമോളെ ഇതൊന്നും കഴിച്ചില്ല കേട്ടോ, പോകുന്ന ത്രില്ലിലാണ്. പക്ഷെ അതിൻ്റെ ഇടയിലും അവൾ ഇതേ പൂവിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതേ പാറുമോളെയും കഴിച്ച് ഞാൻ പോവാണ്. പട്ടിക്കാട് വരെ പോയുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നല്ല മഴ പെയ്തു. കോട്ടാണെങ്കിൽ ഞാൻ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പാറുമോൾ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ട് പുറകിൽ ഞാനും പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ 7:15 ആയിട്ടോ. പാറുമോൾ കുറച്ചൊക്കെ നനഞ്ഞു. അങ്ങനെ നമ്മൾ പാറുവിനെ ക്ലാസ്സിലാക്കി കൊടുത്തു. കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് പോകുന്നത് കാണാമെന്ന് വിചാരിച്ചിട്ട് മിക്ക രക്ഷിതാക്കളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതാ നമ്മുടെ വലിയ ക്രിസ്മസ് അപ്പൂപ്പൻ. ക്രിസ്മസ് ഒക്കെ ആവാറായിട്ടുണ്ടല്ലോ. അച്ചുമോൻ്റെ ക്ലാസ് ഇവിടെയാണ് കേട്ടോ. പാറുമോളുടെ ക്ലാസ് ഇതാ ആ കാണുന്ന ബിൽഡിങ്ങിലും ആണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ടുപോയി തുടങ്ങി കേട്ടോ. അപ്പോൾ ബസ്സിൻ്റെ അടുത്തേക്ക് എല്ലാ രക്ഷിതാക്കളും പോവാണ്. അവർക്ക് മക്കൾ പോകുന്നത് കാണാൻ ഒരു സന്തോഷമല്ലേ. അപ്പം ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും, കാരണം കുറുമ്പിലൊട്ടും പുറകിലല്ലല്ലോ നമ്മുടെ മക്കളൊക്കെ. അങ്ങനെ 4 ബസ്സാണ് ഉണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു 1, 2, 3 ക്ലാസ്സുകാരാണ് പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാ മക്കളും പോവാണ്. പാറു ടാറ്റ തരുന്നതാണ് കേട്ടോ പാറുമോള്. ടൂർ പോകുന്നതിൻ്റെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ പാറു. അങ്ങനെ എല്ലാ മക്കളും വരിയായി ബസ്സിൽ കയറാനായിട്ട് പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവർ വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബസ്സിൽ ഓരോരുത്തരായിട്ട് കയറുകയാണ്. പാറുമോള് കയറി കഴിയുമ്പോൾ പിന്നെ ഞാൻ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. എങ്കിലും എല്ലാ ബസ്സും പോയതിന് ശേഷമാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അങ്ങനെ കയറുന്നത് പാറുമോളാണ് കേട്ടോ. പാറു കയറിയിരിക്കുന്നത് ഈ ബസ്സിലാണ് കേട്ടോ, ഡിഫൻഡർ. അങ്ങനെ ഇത് തുറക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൂടെ പാറുമോള് ടാറ്റ ഒക്കെ തരുന്നുണ്ട്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ അവർ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബസ്സുകളൊക്കെ യാത്രയായി. അപ്പോൾ അതേ ടൂർ എന്തായാലും പോയിട്ടുണ്ട്. അടിച്ചു പൊളിച്ച് വരട്ടെ. ഇനി വന്നതിന് ശേഷം ടൂർ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ പോയിരിക്കുന്നത് നമ്മുടെ എറണാകുളത്തുള്ള ചിറ്റിലപ്പള്ളി സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും പാറുമോളെ സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് നേരെ കടയിലേക്ക് പോയി അവിടെ നിന്ന് ജോലിക്ക് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ വേഗം അവിടെ നിന്ന് പോരുകയും ചെയ്തു.